നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ആഗോളതലത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കൊറോണ വൈറസ് പടർന്നു പിടിച്ചതിന് പിന്നാലെ എണ്ണവിലയിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് വിലയിടിവ് മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെയും സാമ്പത്തികമായി പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഉത്പാദനം കുറച്ച് വില വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു നേട്ടവും ഉണ്ടായിട്ടുമില്ല. ആഗോളതലത്തിൽ കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള ഗൾഫ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന അന്വേഷണത്തിലാണ് ഒപെക് ഉൾപ്പെടെയുള്ള എണ്ണ ഉത്പാദക രാജ്യങ്ങൾ. ഇറാനെതിരെ ട്രംപ് മുഴക്കിയ ഭീഷണിയും ഈ സാഹചര്യത്തിൽ അതിനിർണായകമാണ്. അമേരിക്കയിലെ എണ്ണ വ്യവസായ മേഖല പ്രസിഡന്റ് ട്രംപിന് വലിയ പിന്തുണയാണ് ഇതുവരെ നൽകി വന്നിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാന എണ്ണ ഉത്പാദനശാലകളും എണ്ണ കിണറുകളും അടച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കയാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വിലയിടിവ് ഈ രീതിയിൽ തുടർന്നാൽ 20% ഉത്പാദനം കുറയുകയും ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ ഗവേഷക സ്ഥാപനമായ IHS മാർക്കറ്റ് ലിമിറ്റഡ് പറയുന്നത്. പ്രതിദിനം 1.75 ദശലക്ഷം ബാരൽ ഉത്പാദനം സ്തംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന IHCയുടെ അറിയിപ്പും ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. തകർച്ചയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവുമെന്നാണ് അമേരിക്കയിലെ എണ്ണ വ്യവസായ മേഖല പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ തന്നെ വോട്ടുറപ്പിക്കാൻ യുദ്ധമുറവിളിയടക്കം എന്ത് നിലപാടും ട്രംപ് സ്വീകരിച്ചേക്കുമെന്നാണ് റാബോ ബാങ്ക് അനലിസ്റ്റുകൾ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി എണ്ണവില കൂട്ടാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഏജൻസികളും പറയുന്നത്. ഇറാനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വെല്ലുവിളി ഇതിന്റെ തെളിവായാണ് നിരീക്ഷകർ കാണുന്നത്. US കപ്പലുകളെ ഉപദ്രവിച്ചാൽ ഇറാനിയൻ ആയുധ കപ്പലുകളെ വെടിവെച്ച് നശിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ട്വീറ്റ്. പേർഷ്യൻ ഗൾഫിൽ വെച്ച് 11 അമേരിക്കൻ സൈനിക കപ്പലുകളെ ഇറാൻ കപ്പലുകൾ വളഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ട്വീറ്റ് എന്നതും ശ്രദ്ധേയം. മേഖലയിൽ ഇത്തരം നീക്കങ്ങൾ നേരത്തെ തന്നെ പതിവായിരുന്നെങ്കിലും അതൊരു യുദ്ധഭീഷണിയിലേക്ക് നയിക്കാറില്ലായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ചയും ഇത്തരമൊരു യുദ്ധഭീഷണിയിലേക്ക് ട്രംപിനെ നയിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം എണ്ണവിലയിൽ ചെറിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും അത് നീണ്ടുനിന്നിരുന്നില്ല. നേരത്തെ ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിനു ശേഷം എണ്ണവിലയിൽ ഗണ്യമായ ഉയർച്ച ഉണ്ടായിരുന്നെങ്കിലും അത് നീണ്ടുനിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ എണ്ണ മേഖലയെ വൻ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ട്രംപിന്റെ ഇത്തരം ഭീഷണികൾ മതിയാവില്ല എന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ടോം കൂൾ പറയുന്നത്. എണ്ണവില ബാരലിന് $10 എന്ന നിലയിൽ തന്നെ കൂടുതൽ ദിവസം നിലനിൽക്കാനാണ് സാധ്യത എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.